അമേരിക്കയുടെ യുദ്ധവിമാനം ഇറാൻ തകർത്തു. KC-135 എന്ന എയർക്രാഫ്റ്റാണ് ഇറാഖിൻ്റെ ആകാശത്ത് വെച്ച് തകർന്നു വീണ റിപ്പോർട്ട് അമേരിക്ക സ്ഥിരീകരിച്ചു. എന്നാൽ ഇത് ഇറാൻ്റെ ആക്രമണമല്ല എന്നവർ പറയുന്നുണ്ട്. എന്നാൽ ഏത് തരത്തിലുള്ള ആക്രമണമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല. ഇതോടെ ഇറാഖിൻ്റെ ആകാശത്ത് പോലും സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് അമേരിക്ക മാറിയിരിക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് നിരീക്ഷണ പറക്കലുമായിട്ട് ബന്ധപ്പെട്ട് ആകാശത്ത് കൂടി പറക്കുന്നതിനോടനുബന്ധിച്ച് ഈ യുദ്ധവിമാനം എന്ന് പറഞ്ഞാൽ ആകാശത്ത് വെച്ച് പോർ വിമാനങ്ങൾക്ക് ഇന്ധനം നിറക്കുന്നതാണ് KC-135 എന്ന് പറയുന്നത്. അത് യുദ്ധവിമാനമായതുകൊണ്ട് വലിയ രീതിയിലുള്ള വലിയ ശക്തിയും വലിയ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനവും കരുത്തും കഴിവുമുള്ള വിമാനമാണെന്നൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വിമാനം വളരെ എളുപ്പത്തിൽ തന്നെ തകർന്നു വീണു എന്ന് പറയുന്ന സമയത്ത് അത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. യുദ്ധമുഖത്ത് ഒരു വിമാനം തകർന്നു വീഴുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് അത്ഭുതപ്പെടുത്തുന്ന സംഭവം തന്നെയാണ്. മാത്രമല്ല സൈനികർക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ തങ്ങളുടെ എയർക്രാഫ്റ്റ് പോലും സുരക്ഷിതമല്ല എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. 6 പേർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം കിട്ടിയതായിരിക്കുന്ന വിവരവും ഇപ്പോഴും പുറത്തു വന്നിട്ട് തിരച്ചിൽ തുടരുന്നു, കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നു എന്നാണ് അതിന് അവർ പറഞ്ഞിരിക്കുന്ന മറുപടി. അപ്പോൾ ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് മുൻപ് തന്നെ അമേരിക്ക പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സൈനിക ബേസ് അവിടെ ഉണ്ടെങ്കിൽ പോലും അവിടുന്ന് ഇറാനെ ആക്രമിക്കുക അത്ര സുരക്ഷിതമല്ല. ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഷിയ വിഭാഗമുള്ളവരും അത് സൈനിക ശക്തിയുള്ളവരും ആ ഭരണം പോലും ഷിയ വിഭാഗത്തിൻ്റേതാണ് എന്നും അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇറാൻ ആക്രമിക്കാൻ ഏറ്റവും എളുപ്പമുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇറാഖാണ്. അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടായതുകൊണ്ട് വളരെ കൃത്യതയോട് കൂടിയിട്ട് ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി സാധിക്കും. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട നിരീക്ഷണ പറക്കൽ നടക്കുന്നതിനിടയിലാണ് ഈ സംഭവം നടന്നത് എന്നുള്ളത് അമേരിക്ക തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏത് തരത്തിലുള്ള നിർദ്ദേശമാണ് സൈനികർക്ക് നൽകേണ്ടത് എന്ന കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പകച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകമായിരിക്കുന്ന നിർദ്ദേശം നൽകാൻ സാധിക്കുന്നില്ല. കാരണം ഇൻ്റലിജൻസ് അപ്പാടെ തകർന്നിരിക്കുന്നു, ഇസ്രായേലിൻ്റെതാണെങ്കിലും അമേരിക്കയുടേതാണെങ്കിലും. അതോടൊപ്പം തന്നെ മൊസാദ് വിഭാഗം തകർന്നിരിക്കുന്നു. കാരണം ഇത്രത്തോളം സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഇറാൻ ഉണ്ട് എന്നുള്ളതും ഈ തരത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുന്ന കാര്യത്തിലും അത് മനസ്സിലാക്കുന്ന കാര്യത്തിലും പരാജയപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് യുദ്ധത്തിലേറെക്കുറെ അമേരിക്ക ഇസ്രായേൽ പരാജയപ്പെട്ടു എന്ന് തന്നെ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് അമേരിക്കയുടെ പടക്കപ്പലിന് നേരെ ഇറാൻ ആക്രമിച്ച വിവരങ്ങളും പുറത്തു വന്നു. 2 കപ്പലിന് നേരെ ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്ന് മെഡിറ്ററേനിയൻ കടലിലുള്ള കപ്പൽ, ഒന്ന് അറേബ്യൻ കടലിലുള്ള അബ്രഹാം ലിങ്കൺ കപ്പൽ. ഇത് രണ്ടും യുദ്ധവിമാനം വഹിക്കാൻ 70-80 യുദ്ധവിമാനം വഹിക്കാൻ പാകത്തിലുള്ള കിലോമീറ്റർ നീളത്തിലുള്ള കപ്പലാണ്. ആ കപ്പലിന് നേരെയാണ് മിസൈൽ വന്നത്. 2 പതിച്ചു എന്ന് പറയുന്നു. 2 പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു എന്ന് പറയുന്നു. പതിച്ചത് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് സാധാരണ രീതിയിൽ അവർ പറയുന്നത് ഇപ്പോഴും പറയുന്നു എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോൾ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ചില നിലപാട് കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇറ്റലി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നു. സൈനികരെ അപ്പാടെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ അവരുടെ സൈനികരെ അപ്പാടെ പിൻവലിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം നീണ്ടു പോവുകയാണെങ്കിൽ ഇത് സാരമായിട്ട് ബാധിക്കുക ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ എംബസി, കോൺസുലേറ്റ്, അവിടെ സൈനികരുമായിട്ട് ബന്ധപ്പെട്ട മേഖലയെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ നിലനിൽപ്പിന് വേണ്ടിയിട്ട് യുദ്ധമാണ്. ജീവൻ മരണ പോരാട്ടം നടത്തുന്ന സമയത്ത് ഒരിക്കൽ പോലും ശത്രു വിജയിക്കാറില്ല, ചരിത്രത്തിൽ വിജയിച്ചിട്ടില്ല. ഇസ്രായേൽ വിജയിച്ചു വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ നടത്തിയ ജീവൻ മരണ പോരാട്ടമായിരുന്നു 1948, 67 അതില്ലെങ്കിലോ അത് പരാജയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ നിലവിലുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള രണ്ടും കൽപ്പിച്ചുള്ള ഒരു യുദ്ധം അതായിരുന്നു നടത്തിയത്. അതുകൊണ്ടാണ് ജയിച്ചത്. സമാനമായിരിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഇറാനിലുള്ളത് എന്ന് ചുരുക്കം. ഇപ്പോൾ ഖത്തറിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പ്രകൃതിവാതകവുമായിട്ട് ബന്ധപ്പെട്ടത് നിർത്തിവെച്ചിരിക്കുന്നു. അത് ഒരു പ്രതിസന്ധി ഭാവിയിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ പ്ലാന്റിന് നേരെ ആക്രമണം വരുന്നു. മാത്രമല്ല ഹോർമുസ് കടൽ വഴി കപ്പലുകൾ പോകുന്നില്ല എന്നതിനാൽ അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ള അഭിപ്രായം ഖത്തറിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നു. മറ്റുള്ള എല്ലാ രാജ്യങ്ങളും ഏറെക്കുറെ നിർത്തിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും അവർ പിന്തുണക്കുന്ന കപ്പലുകളെയും നോക്കി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ ഉചിതമല്ലെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായിരിക്കുന്ന കപ്പലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ആക്രമണം നടത്തും.
4 കപ്പൽ ഇതിനോടകം തകർന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഏത് രാജ്യത്തിൻ്റെ എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചുള്ള വിവരമൊന്നും ഇല്ല. എന്നാൽ ഈ മേഖലയിൽ സ്വതന്ത്രമായ രീതിയിൽ കടന്നുപോയ കപ്പലിലൊന്ന് ഇന്ത്യയുടെ കപ്പലാണ്. അത് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സ്വതന്ത്രമായ രീതിയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും റഷ്യയുടെയും കപ്പലുകൾ കടത്തിവിടാൻ വേണ്ടിയിട്ട് ഇറാൻ തീരുമാനിച്ചു. അതൊരു കരാർ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും നയതന്ത്ര ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അങ്ങനെ ഉണ്ടായത് എന്ന് പറയുന്നു. ഇവിടെ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ മുട്ടിയിരിക്കുന്ന കാര്യം ഒരു കപ്പലും കടന്നു പോകണ്ട എന്നുള്ള ഒരു നിലപാടിൽ നിന്ന് അയവ് വരുത്തിക്കൊണ്ട് തങ്ങളുമായിട്ട് സഹകരിക്കുന്ന കപ്പലിന് കടത്തിവിടുന്നതിന് തങ്ങൾ എതിരില്ല എന്ന് പറഞ്ഞു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ആ കപ്പലിനെ തടയാൻ വേണ്ടിയിട്ടൊക്കെ അവർ താല്പര്യം കാണിച്ചിട്ടുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങൾക്കും പോകാൻ പറ്റില്ലെങ്കിൽ പിന്നെന്തിനാണ് ചൈനയുടെ റഷ്യയുടെ ഇന്ത്യയുടെ കപ്പലൊക്കെ പോകുന്നത് എന്നുള്ള രീതിയിലേക്ക് വന്നു. പക്ഷേ അത് തടയപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ ഇപ്പോൾ യുദ്ധമുഖത്ത് അങ്ങനെ ഒരു കപ്പലിനെ തടയപ്പെട്ട് കഴിഞ്ഞാൽ പക്ഷം ചേർന്ന് സജീവമാകുമെന്നൊരു പേടിയുണ്ട്. റഷ്യ ഇതുവരെ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടില്ല, ചൈനയും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരൊക്കെ പറഞ്ഞ കാര്യം ഞങ്ങൾ പിന്തുണക്കുന്നുണ്ട്, ഞങ്ങൾ നിഷ്പക്ഷമല്ല, പക്ഷമാണ്, ഞങ്ങൾ ഇറാൻ്റെ പക്ഷത്താണോ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഭരണഘടനാ പ്രകാരം ജീവിക്കാനും അവരുടെ അതിനനുസരിച്ച് നീങ്ങാനും അവർക്ക് സ്വാതന്ത്ര്യവും അവകാശമുണ്ട്. അത് അവകാശത്തിൽ മറ്റൊരു രാജ്യം ഇടപെടാൻ അധികാരമില്ല, അത് അനുവദിക്കുകയില്ല എന്നുള്ളത് കണിശമായ രീതിയിൽ തന്നെ ചൈന പറഞ്ഞിട്ടുണ്ട്. ചൈന ഇപ്പോൾ വല്ലാത്ത രീതിയിൽ ഈ മുമ്പ് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ നിലപാടുകളൊക്കെ പറയുന്നത് എന്നുള്ളത് യഥാർത്ഥത്തിൽ അമേരിക്ക പോലും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. എന്തപ്പോൾ ഇവരൊക്കെ പറഞ്ഞു കൂട്ടുന്നത്, ഇത്രയും കാലം മിണ്ടാത്ത രാജ്യങ്ങളൊക്കെ ഇപ്പോൾ മിണ്ടി തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് തന്നെ ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേൾക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ രാജ്യത്തിൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുകൊണ്ടുള്ള ഒരു അക്രമത്തെയും തങ്ങൾ പൊറുക്കുകയില്ലെന്നും അതിന് തിരിച്ചടികൾ വരും നാളുകൾ ഉണ്ടാവുമെന്നുള്ളത്. ഇപ്പോൾ ഇറാനിലാണ് യുദ്ധമുള്ളത്, ഇറാനാണ് യുദ്ധം നിയന്ത്രിക്കുന്നത്, ഇറാൻ്റെ സംസാരമാണ് ലോകം കേൾക്കുന്നത്. അമേരിക്ക പറയുന്നതൊക്കെ കള്ളത്തരമാണ്. അമേരിക്ക ആദ്യം ആ കുട്ടികളെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു അത് ഇവർ മിസൈൽ അയച്ചു കഴിഞ്ഞിട്ട് കൊലപ്പെടുത്തിയതാണ്, അത് ഇറാൻ തന്നെയാണ് അക്രമം നടത്തിയതെന്ന് പറഞ്ഞു. ഇറാൻ അതിന് കൃത്യമായിരിക്കുന്ന തെളിവുകളും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തു. പക്ഷേ അമേരിക്ക അത് വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ഒരു അന്വേഷണ റിപ്പോർട്ട് വളരെ കൃത്യതയോടുകൂടി വന്നിട്ടുണ്ട്. അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കുട്ടികളെ കൊലപ്പെടുന്നത്. 165ഓളം കുട്ടികളാണ് അവിടെ കൊല്ലപ്പെട്ടത് എന്നുള്ളത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി. കാരണം എന്ന് പറഞ്ഞാൽ കൃത്യതയും ലക്ഷ്യവും പാളിപ്പോകുന്നത് എപ്പോഴെന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പരാജയപ്പെടും എന്ന് തോന്നുന്ന സമയത്താണ്. നമ്മൾ ഏതായാലും യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് പറഞ്ഞാൽ സർവ്വനാശം ഉണ്ടാക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് രാജ്യങ്ങൾ ചെയ്യുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ കുട്ടികളെ ഇല്ലാതാക്കിയത് എന്നുള്ളത് ചുരുക്കം. ഇത് ഇറാഖും കുവൈത്തും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് സദ്ദാം ഹുസൈൻ്റെ സൈന്യം ഇറാനിൽ നിന്ന് പിന്മാറുന്ന ആ ഘട്ടത്തിൽ ഒരുപാട് എണ്ണക്കിണറുകൾക്ക് അവർ തീ കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ സർവ്വനാശം ഉണ്ടാക്കുക എന്നുള്ളത് യുദ്ധത്തിൽ പരാജയപ്പെടുന്ന സമയത്ത് സാധാരണ ഒരു സൈന്യം പ്രയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്ക കൊണ്ടുപോയിട്ട് ഈ കുട്ടികളുടെ ഈ സ്കൂളിൻ്റെ മേലെ ബോംബ് സ്ഫോടനം നടത്തിയത്. അതിശക്തമായിരിക്കുന്ന സ്ഫോടനമാണ് നടത്തിയത്. 4 നിലയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് 2ാമത്തെ നിലയുടെ മധ്യയിലെങ്ങാനും ഈ മിസൈൽ വീണ് പൊട്ടിയതോട് കൂടിയിട്ട് ബിൽഡിംഗ് അപ്പാടെ നിലംപതിച്ചു പോയി. അതിൽ നിന്ന് കുട്ടികളെ ഊരിയെടുക്കുന്ന പണിയായിരുന്നു യഥാർത്ഥത്തിൽ ഇറാനികൾ ചെയ്തിരുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് അവർക്ക് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അത്ര പെട്ടെന്നൊക്കെ അവസാനിക്കില്ല എന്ന് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. ആയത്തുള്ള അലി ഖമനിയെ കൊലപ്പെടുത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. എന്തിനാണ് കൊലപ്പെടുത്തിയെന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സാധിക്കുന്നുമില്ല. അതിൻ്റെ വിഷയം വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഖമനായി എന്ന് പറയുന്ന ആൾ ഇറാൻ്റെ മാത്രം നേതാവല്ല എന്നുള്ളതാണ്. ലോകാടിസ്ഥാനത്തുള്ള ഷിയ വിഭാഗത്തിൻ്റെ ആത്മീയ നേതാവാണ്, അല്ലെങ്കിൽ ആത്മീയ ഗുരുവര്യനാണ് ആയത്തുള്ള അലി ഖമനായി എന്ന് പറയുന്നത്. അപ്പോൾ വളരെ നിസ്സാരമായ രീതിയിൽ അത് കൊലപ്പെടുത്തുക എന്ന് പറയുന്ന സമയത്ത് അതിന് ശേഷമുണ്ടാകുന്ന ആഘാതത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിച്ചിട്ടില്ല അമേരിക്ക എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എങ്ങനെയാണ്, ആകാശത്തും അമേരിക്കയ്ക്ക് രക്ഷയില്ലാതാവുന്നു. വളരെ കൃത്യതയോട് കൂടിയിട്ട് അമേരിക്കയുടെ വിമാനങ്ങൾ തകർക്കപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി യാത്രാ വിമാനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ ആകാംക്ഷയുണ്ട് എന്നുള്ളതാണ്. ലിബിയയുടെ പ്രസിഡൻ്റായിരുന്ന കേണൽ ഗദ്ദാഫിയുമായിട്ട് ബന്ധപ്പെട്ട് പാൻ അമേരിക്കൻ വിമാനം വെടിവെച്ച് വീഴ്ത്തിയ ഒരു വലിയ വിഷയങ്ങൾ അന്ന് നിലനിന്നിരുന്നു. അപ്പോൾ ഒരു തരത്തിൽ ഏത് തരത്തിൽ അന്വേഷിച്ചിട്ട് UN സഭയൊക്കെ പലതരത്തിൽ അന്വേഷിച്ചിട്ടും അതിൽ ഇസ്രായേലിൻ്റെ ലിബിയയുടെ പ്രസിഡൻ്റായിരിക്കുന്ന കേണൽ ഗദ്ദാഫിയുടെ പേര് അതിലെവിടെയും പരാമർശിക്കപ്പെട്ടിട്ടില്ല.
അപ്പോൾ പരാമർശിക്കപ്പെടാത്ത ഒരാളെ പേര് പറയാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു UN അതിൻ്റെ മറുപടി കൊടുത്തത്. പക്ഷേ അമേരിക്ക അപ്പോഴും പറഞ്ഞു അവർ തന്നെയാണ് ചെയ്തത്, അയാളെ പ്രതി ആക്കണം, പ്രതി ആക്കിയതിന് ശേഷം രാജ്യം അട്ടിമറിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഊന്നിയിരിക്കുന്ന നടപടി എടുക്കണം എന്നുള്ളത് അതിന് മുൻപ് തന്നെ പറയപ്പെട്ടതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവിടെ ഇത് തെളിയണമെന്ന് പറഞ്ഞു. അത് അന്വേഷണത്തിൽ ലിബിയയുടെ ഗദ്ദാഫിയുടെ 2 അളിയന്മാരാണെന്ന് പറഞ്ഞു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നഷ്ടപരിഹാരം കൊടുത്ത് പ്രശ്നം അവസാനിപ്പിച്ചതാണ്. എന്നിട്ടും അമേരിക്ക ലിബിയ ആക്രമിച്ചു എന്ന് മാത്രമല്ല, ലിബിയയുടെ പ്രസിഡന്റ് കേണൽ ഗദ്ദാഫിയെ കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല, അവരുടെ ബന്ധുക്കൾക്ക് പോലും മൃതദേഹം വിട്ടുകൊടുത്തിട്ടില്ല. ഗദ്ദാഫിയുടെ മൃതദേഹം എവിടെയാണ് സംസ്കരിക്കപ്പെട്ടത്, അടക്കം ചെയ്യപ്പെട്ടത് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഭാവിയിലൊരു വിഷയം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതിന് തൊട്ട് മുമ്പ് അൽഖ്വയ്ദയുടെ ഭീകരവാദിയായിരിക്കുന്ന അൽഖ്വയ്ദയുടെ നേതാവായിരിക്കുന്ന ഈ ബിൻ ലാദനെ കൊലപ്പെടുത്തിയതിന് ശേഷം പിന്നീട് ഇയാളുടെ മൃതദേഹം കടലിൽ കൊണ്ടുപോയി താഴ്ത്തി എന്നാണ് റിപ്പോർട്ട് വന്നത്. അപ്പോൾ സമാനമായ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ബന്ധുക്കൾ ചോദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന് കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ല. ഏതൊരു മരുഭൂമിയുടെ പേര് പറഞ്ഞു, ആ ഭാഗത്ത് എവിടെയോ ഒരു സ്ഥലത്താണ് അടക്കം ചെയ്തത് എന്ന് മാത്രം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ആകാശത്തും രക്ഷയില്ലാത്ത ദയനീയ അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ അമേരിക്ക മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.